നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നായി പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ പോലും വകയില്ലാതെ എല്ലാം എടുത്ത് തലയിൽ വെച്ചിട്ട് സ്വകാര്യ നിക്ഷേപം പാടില്ലെന്ന് പറഞ്ഞാൽ ആ പോളിസിയോട് യോജിപ്പില്ല. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ പിന്നെ ഈ കേരളം ഉണ്ടാവില്ല. ഈ പറഞ്ഞ വാക്കുകൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതാണ്. അതായത് സ്വകാര്യ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് ഇനി UDF സർക്കാർ കൊണ്ടുവരും, അല്ലെങ്കിൽ കേരളത്തിന് ഒരു പുതുയുഗം വാഗ്ദാനം ചെയ്യുമ്പോൾ അത്തരത്തിലൊരു മാറ്റമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഉറച്ച നിലപാടോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. ബജറ്റിലെ വ്യവസായ നിക്ഷേപ നയങ്ങളെ കോർപ്പറേറ്റ് വൽക്കരണം എന്ന് വിളിച്ചാക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ എല്ലാ വാദങ്ങളെയും അക്കമിട്ട് നിരത്തി പൊളിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ ചീറിയടിക്കുന്ന ഒരു മുഖ്യമന്ത്രി വി.ഡി. സതീശനെയാണ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. സാധാരണ ബജറ്റിൽ അല്ലെങ്കിൽ വികസന കാര്യങ്ങൾ പതിറ്റാണ്ടുകളായി പറയുമ്പോൾ പല പരമ്പരാഗത ക്ലീശേ വാചകങ്ങൾ ഉപയോഗിച്ച് കേരളത്തിന്റെ ഭാവി തകർക്കരുതെന്നുള്ള മുന്നറിയിപ്പും കൃത്യമായിട്ട് വി.ഡി. സതീശൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നൽകി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഭരണപരമായ വസ്തുതകളും കൺമുന്നിലെ യാഥാർത്ഥ്യങ്ങളും തിരിച്ചു ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രകടനം പ്രതിപക്ഷ ക്യാമ്പുകളെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ അല്ലെങ്കിൽ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും ഏറെ ചർച്ച ചെയ്ത ഒന്നാണ് സമുദ്ര മിഷൻ. നമ്മുടെ 600 കിലോമീറ്ററോളം നീളമുള്ള സമുദ്ര തീരപ്രദേശത്ത് വലിയ മാറ്റങ്ങൾ വരും വർഷങ്ങളിൽ വാഗ്ദാനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നടപ്പിലാക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ് അദ്ദേഹം ഇന്നലെ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത്. വിഴിഞ്ഞം പോർട്ടിന്റെ വികസനത്തിനായാലും സംസ്ഥാനത്ത് ഒരു ലോജിസ്റ്റിക് ശൃംഖലയോ ബാർജ് സർവീസോ തുടങ്ങാനുള്ള സാമ്പത്തിക ശേഷി നിലവിൽ സർക്കാരിനില്ലെന്ന് മുഖ്യമന്ത്രി തുറന്നു സമ്മതിച്ചു. അവിടെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്ന് ആരോഗ്യകരമായ മത്സരം ഉണ്ടാക്കുക മാത്രമാണ് പോംവഴി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ബജറ്റിൽ മോദി സർക്കാരിന്റെ ബ്ലൂ എക്കണോമി എന്നുള്ള ഒരു നയം അത് ഇവിടെയും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പലരും വിമർശിച്ച് സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി ഇല്ല, മോദിയുടെ ബ്ലൂ എക്കണോമി അല്ലെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി മാത്രമാണ് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ബജറ്റിൽ കാണാനായിട്ട് സാധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പല മുറവിളികളും സോഷ്യൽ മീഡിയ പേജുകളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് എന്താണ് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ബ്ലൂ എക്കണോമി? അതായത് ഈ സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി ഉപയോഗിച്ച് സാമ്പത്തിക വളർച്ച കൈവരിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച വികസന നയമാണ് ബ്ലൂ എക്കണോമി, സമുദ്ര വ്യവസ്ഥ. സമുദ്രങ്ങളിലെ അസംസ്കൃത വസ്തുക്കൾ, മത്സ്യബന്ധനം, തുറമുഖ വികസനം, സമുദ്ര ഊർജ, ടൂറിസം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മോദി സർക്കാരിന്റെ ബ്ലൂ എക്കണോമി നയത്തിലെ പ്രധാന ഘടകങ്ങൾ ഇവയൊക്കെയാണ്. ആഴക്കടൽ ദൗത്യം, അതായത് ഡീപ്പ് ഓഷ്യൻ മിഷൻ, സമുദ്രങ്ങളുടെ അടിത്തട്ടിലെ ധാതു നിക്ഷേപങ്ങൾ കണ്ടെത്താനും പര്യവേക്ഷണം നടത്താനുമായി കോടിക്കണക്കിന് രൂപ വകയിരുത്തിയിട്ടുണ്ട്. തുറമുഖ അധിഷ്ഠിത വികസനം, രാജ്യത്തെ തീരദേശ വികസനത്തിനായി സാഗർമാല പദ്ധതി നടപ്പിലാക്കുന്നു. ഇതിന്റെ ഭാഗമായി പുതിയ കപ്പൽ നിർമ്മാണ കേന്ദ്രങ്ങളും അന്താരാഷ്ട്ര തുറമുഖ ഹബ്ബുകളും വികസിപ്പിക്കുന്നുണ്ട്. മത്സ്യബന്ധനവും അക്വാകൾച്ചറും, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതികളുണ്ട്. സമുദ്ര ഊർജവും ഗതാഗതവും, സമുദ്രജലത്തിൽ നിന്നുള്ള പുനരുപയോഗ ഊർജം, ഗ്രീൻ എനർജി, പരിസ്ഥിതി സൗഹൃദമായ കപ്പൽ ഗതാഗതം എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ നയങ്ങളെല്ലാം ഇന്ത്യയുടെ സാഗർ, അതായത് സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദി റീജിയൻ എന്ന ആശയത്തിന് കീഴിലാണ് കേന്ദ്രം നടപ്പാക്കുന്നത്. അവിടെയാണ് പ്രതിരോധവും സാമ്പത്തിക വളർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സമുദ്രമേഖലയിലെ വളർച്ചയ്ക്കായി ഇന്ത്യ, നോർവേ, ഡെൻമാർക്ക് തുടങ്ങിയ അന്താരാഷ്ട്ര രാജ്യങ്ങളുമായും സഹകരിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ തീരദേശ മേഖലകളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു ബ്ലൂ എക്കണോമി നയം തന്നെയാണ് കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ്റെ ബജറ്റിലും കാണാനായിട്ട് സാധിക്കുന്നത്. അതിനെയാണ് പലരും ഇവിടെ
മോദിയുടെ ബ്ലൂ എക്കണോമി നയത്തെ വി.ഡി. സതീശൻ സർക്കാർ കോപ്പിയടിച്ചു, അല്ലെങ്കിൽ അതാണ് ഇവിടെയും നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പല കരച്ചിലുകളും നമുക്ക് സോഷ്യൽ മീഡിയ പേജുകളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. കേരളം അടക്കമുള്ള തീരദേശ സംസ്ഥാനങ്ങൾ ഈ മാരിടൈം നയം അവരുടെ പ്രാദേശിക വികസന പദ്ധതികൾക്കും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള വൻകിട പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കുമെന്നുകൂടിയാണ് ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അതായത് കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോർട്ട് സിറ്റി ഉൾപ്പെടുന്ന മിഷൻ സമുദ്ര പദ്ധതിക്കായി തുടക്കത്തിൽ 400 കോടി രൂപ വകയിരുത്തുന്നതായും അദ്ദേഹം ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാത നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും. വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമായി ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതികൾക്കായുള്ള സ്ഥലം ഏറ്റെടുക്കലും നിർമ്മാണ പ്രവർത്തനവും വേഗത്തിൽ നടപ്പിലാക്കും. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ട് എന്നിവ ആരംഭിക്കും. ആഗോള ഷിപ്പിംഗ് വ്യവസായം ഹരിത ഇന്ധനങ്ങളിലേക്ക് മാറിയ അവസരം പ്രയോജനപ്പെടുത്തി ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തും. മദർഷിപ്പ് നിർമ്മാണം, അവരുടെ അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ഇതിനായി സ്ഥലം ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കും. ഇത്തരത്തിലുണ്ടാകുന്ന തൊഴിലവസരങ്ങൾ തീരപ്രദേശത്തെ സാധാരണക്കാർക്ക് തന്നെ സംവരണം നൽകി അവർക്ക് നൽകും. സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ കൊല്ലം, കോവളം, അഴീക്കൽ, ബേപ്പൂർ എന്നിവയുടെ വികസനത്തിനും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അടിസ്ഥാന വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റും 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമി, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ എന്നിവ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക് മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും. വൻകിട, ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ഘട്ടം ഘട്ടമായി ജലഗതാഗത സംവിധാനം വികസിപ്പിക്കും. ഇതൊക്കെയാണ് അദ്ദേഹം ഒരു കേരളത്തിലെ തീരദേശ മേഖലകളെ ഉപയോഗപ്പെടുത്തി എന്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കേന്ദ്രം പിന്തുടരുന്ന ബ്ലൂ എക്കണോമി പോലുള്ള കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ തീരദേശ മേഖലകളെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു മാറ്റം തന്നെ കേരളത്തിലും കൊണ്ടുവരാൻ തന്നെയാണ് വി.ഡി. സതീശൻ സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് തീർച്ചയായിട്ടും സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുക, അത് തന്നെയാണ് വി.ഡി. സതീശൻ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നയം എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. കേരളത്തിനൊരു വരുമാന മാർഗം വേണമെങ്കിൽ കേരളത്തിൽ അതിനുള്ള ഒരുപാട് മേഖലകൾ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ള അതിനെ എങ്ങനെ ആ അവസരത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് തന്നെയാണ് ഇന്നലത്തെ ബജറ്റിൽ വി.ഡി. സതീശൻ സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതായാലും എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം അദ്ദേഹം തന്നെ നൽകിയിട്ടുണ്ട്. ഒട്ടും അദ്ദേഹം വർഷങ്ങളായിട്ട് കേരളം, കൃത്യമായി പറഞ്ഞാൽ 10 വർഷമായിട്ട് കേരളം കേൾക്കാൻ ആഗ്രഹിച്ച വികസന നയങ്ങളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഭയമില്ലാതെ വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞതെന്ന വിലയിരുത്തലാണ് സോഷ്യൽ മീഡിയ. അനാവശ്യമായ രാഷ്ട്രീയ കടുംപിടുത്തങ്ങൾ കാരണം സംസ്ഥാനത്തെ വ്യവസായങ്ങളും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുന്നതിനെതിരെ മുഖ്യമന്ത്രി സ്വീകരിച്ച ഈ പ്രായോഗിക സമീപനം വലിയ കയ്യടിയാണ് നേടുന്നത്. ഫേസ്ബുക്കിലും മറ്റു മാധ്യമങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഈ മറുപടി വീഡിയോ കോൺഗ്രസ് UDF അണികൾ വേറെ ലെവൽ പ്രകടനം എന്ന പേരിൽ വൻതോതിൽ പങ്കുവെക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ബജറ്റിനെതിരെ ഉയർത്തിയ പരമ്പരാഗത സോഷ്യലിസ്റ്റ് വാദങ്ങളുടെ മുനയൊടിക്കുന്നതായിരുന്നു വി.ഡി. സതീശന്റെ ഈ ചീറിയടിക്കൽ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാനും യുവതലമുറയ്ക്ക് തൊഴിൽ ഉറപ്പാക്കാനും സ്വകാര്യ നിക്ഷേപങ്ങൾ പൂർണ്ണമായി പ്രോത്സാഹിപ്പിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഈ കടുത്ത നിലപാടും വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ വികസന ഭൂപടം തന്നെ മാറ്റിയെഴുതുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.